നിക്ക്. സാമാന്യ മര്യാദയ്ക്ക് ഒരു സോറിയെങ്കിലും പറഞ്ഞിട്ട് പോകും. കാണിച്ചു തരാടി നിന്നെ ഞാൻ. നോക്കിയിരുന്നോ നീ? ഹലോ മഹി, ഞാനിപ്പോ മഹിയുടെ കാര്യം ആലോചിച്ചതേ ഉള്ളൂ. എന്തായി കേസിന്റെ കാര്യങ്ങള്? ജാമ്യത്തിന്റെ കാര്യമൊന്നും ആയിട്ടില്ല. പ്രോസിക്യൂഷൻ വക്കീൽ വളരെ ശക്താ. ഫോറൻസിക് റിപ്പോർട്ടൊന്നും ഗുണം ചെയ്തില്ല അല്ലേ? അത് നോട്ട് ചെയ്യിക്കാൻ പറ്റി. മാത്രല്ല പോലീസ് അന്വേഷണം ഇപ്പോൾ ആ നിലയിലേക്കൂടി തിരിക്കാൻ അത് പ്രയോജനപ്പെട്ടു. പാവം ചിന്നു ആകെ തളർന്ന മട്ട. അതിന്റെ ജാമ്യം കിട്ടുന്നുള്ള പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു. മഹി, എല്ലാം ശരിയാവും. നാളെ അതിരാവിലെ എനിക്ക് കോട്ടയം വരെ ഒന്ന് പോണം. ഒറ്റയ്ക്ക് കാർ ഓടിച്ചുള്ള യാത്രയാ. ഉറക്കം ചതച്ച പണി പാളും. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെന്താ, ഞാൻ വരാം. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെ ആയിക്കോട്ടെ. ഒരു 20 മിനിറ്റ്. ഇന്നത്തെ രാത്രി നമ്മുടെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയ രാത്രിയാക്കാം സൂസൻ. നമുക്ക് കടപ്പുറത്തൂടെ തിരുമാലയിലൂടെ ചാടിക്കളിക്കാം. ഓ, അത് ഓർത്തപ്പോ തന്നെ എന്താ ഒരുമിച്ച് തിരുമാലയിൽ കുളിക്കാന്നോ? ഓ ശരി ശരി, ഫോൺ വെച്ചേക്ക്, ഞാനാ വരുന്നു. ഇയാളോട് ഉണ്ടായിരുന്നോ? ഞാനേ ഒന്ന് പുറത്തു പോവാ. ഈ രാത്രി ഇവിടെ പോവാ? അത് പിന്നെ തന്നോടായോണ്ട് പറയാം. ഒരു ഡിന്നർ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സൂസനായിട്ട്. ഞാനും വരുന്നു. താനോ? തനിക്കെന്താണോ വട്ടായോ? ഞാനും എന്റെ സൂസനും കൂടി ഒരു നേരത്തെ മെഴുതിരി വെട്ടത്തിലിരുന്ന് പരസ്പരം കൈയൊക്കെ പിടിച്ച് തോളോട് തോൾ ചേർന്ന് മുഖത്തോട് മുഖം ചേർത്ത്. ആണോ മോനും കേട്ടവൻ? അല്ല, ഞങ്ങളിങ്ങനെ മെഴുകുതിരി വെട്ടത്തിലിരിക്കുമ്പോ താൻ എന്തിനാണോ കട്ടുറുമ്പായിട്ട് വന്ന് കയറുന്നേ? തനിക്കൊരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? എനിക്ക് കുറച്ച് മാനേഴ്സ് കുറവാ.